നിങ്ങൾക്ക് ഞാനൊരു പ്രഭാഷണം കേൾപ്പിച്ചു തരാം. പ്രഭാഷകൻ വളരെ ആസ്വദിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്നുണ്ട്. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് പ്രഭാഷണം നടത്താനുള്ള കാരണം എന്താണ്? മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ ആ തമാശകളൊക്കെ കേട്ട് ആ നർമ്മരസങ്ങളൊക്കെ ഇങ്ങനെ നല്ല രൂപത്തിലേക്ക് ആവാഹിച്ച് മുന്നിലിരിക്കുന്നവരൊക്കെ കൈയടിച്ച് നല്ല സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാഷകന് വല്ലാത്ത സന്തോഷമാണുള്ളത്. പ്രഭാഷകൻ ഇങ്ങനെ അർമാദിക്കുകയാണ്. ആ പ്രഭാഷണം ഒന്ന് കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാം. വരുന്ന കേരള നിയമസഭാ ഇലക്ഷനിൽ ഇടതുപക്ഷം വീണ്ടും ഭരണം പിടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത CM മുഹമ്മദ് റിയാസ് ആയിരിക്കണം. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ആളാ. ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമുണ്ട്. ഞങ്ങളുടെ ആൾക്കാരുടെ ഒരു പ്രത്യേക താല്പര്യമാണ്. അതിപ്പോൾ ലോകത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ ഉള്ളവരാണെങ്കിൽ അവരോടൊക്കെ നമുക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഇറാഖിലെ സദ്ദാം ഹുസൈൻ, ഇറാനിൽ കൊമേനി കൊല്ലപ്പെട്ടപ്പോൾ ഇന്ന് കേരളത്തിൽ ഞങ്ങൾക്ക് പൊള്ളി. ലോകത്തെ പല നേതാക്കന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. ചെറിയൊരു വർഗീയത. ഞങ്ങൾ പ്രശ്നക്കാരാണ് അള്ളാഹ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നീതിക കുറച്ച് കട്ടിയത്. ഇത് പോരാഞ്ഞ് ഡെയിലി 5 നേരം നിർബന്ധമായി പള്ളിയിൽ പോയി നിസ്കരിക്കണം, 4 നേരം ഓപ്ഷനിൽ വീട്ടിൽ നിസ്കരിക്കണം, കയ്യിലെ പൈസ കൊണ്ട് സക്കാത്ത് കൊടുക്കണം, വർഷത്തിൽ 1 മാസം നോമ്പെടുത്ത് പട്ടിണി കിടക്കണം, ഹജ്ജിന് പോകാൻ 1.5 മാസം മക്കയിൽ പോയി നിൽക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തിൽ ബാക്കിയാവുന്ന ഇത്തിരി സമയത്താണ് ഞങ്ങൾ ഈ ലോകം മൊത്തം പ്രശ്നം ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് എനിക്ക് അല്ല, ഇതൊന്നും ഇല്ലാതെ ഞങ്ങളെ ഫുൾ ടൈം ഫ്രീ ആക്കി വിട്ടിരുന്നില്ല. ഈ കഴിഞ്ഞ നൂറ്റാണ്ടില് ലോകത്ത് മൊത്തം ഞങ്ങളെ പ്രശ്നമല്ലേ? മുസ്ലിങ്ങൾ കൂടുതൽ രാജ്യങ്ങളാണ് മൊത്തം പ്രശ്നമല്ലേ? പലസ്തീനിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം, ഇറാനിൽ ഇസ്രായേൽ അമേരിക്കയുമായിട്ട് യുദ്ധം, അഫ്ഗാനിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, ഇറാഖിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, സിറിയയിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, ലെബനനിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, യമനിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, ലിബിയയിൽ അമേരിക്കയുമായിട്ട് യുദ്ധം, ക്യൂബയിലും പനാമയിലും സൊമാലിയയിലും കൊറിയയിലും മെക്സിക്കോയിലും ജർമ്മനിയിലും ബ്രിട്ടനിലും ഇറ്റലിയിലും ജപ്പാനിലും ഒക്കെ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതിനകത്ത് നോമ്പായിരുന്നു. കേരളത്തിലെ കാര്യം പറഞ്ഞത് പോകട്ടെ, നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ ആര് മുഖ്യമന്ത്രി ആയാലും നമുക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. അത് ആരോ ആയിക്കോട്ടെ, ഞമ്മൻ്റെ ആളായാലും വേണ്ടില്ല, വേറൊരാളായാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ റോഡ് പണിയാനും പാലം പണിയാനും ഒക്കെ ആര് തന്നെ മുഖ്യമന്ത്രി ആയാലും നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ പറഞ്ഞു തുടങ്ങിയത് അവിടെ മുതലായതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ഒരു രാജ്യക്കാരോട് മറ്റുള്ള കുറേ രാജ്യക്കാർ വന്നിട്ട് യുദ്ധം ചെയ്യുന്നു എന്നാണ്. നിങ്ങൾ കേട്ടല്ലോ അത് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്നൊക്കെ ഉള്ളത്. അല്ല, എൻ്റെ ഒരു സംശയമുണ്ട്. നാട്ടിൽ കൊള്ളരുതാത്തവരായിട്ട് ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും മാറുകയും ഒരാൾ മാത്രം നല്ലവനായിട്ടിരിക്കുകയും ചെയ്യും. ഒരാളിങ്ങനെ കാണുന്ന ആളുകളോടൊക്കെ വഴക്ക് കൂടാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ ആ പോകുന്നവനാണ് എന്തോ പ്രശ്നമുണ്ട് എന്നല്ലേ മനസ്സിലാവുക. അപ്പോൾ ഒരു രാജ്യക്കാരൻ കാണുന്ന ആളുകളോടൊക്കെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എങ്കിൽ നമുക്കെന്താ മനസ്സിലാകുന്നത്? ആ നാട്ടുകാർക്കല്ല കുഴപ്പമുള്ളത്, ഈ വലിഞ്ഞു കയറി യുദ്ധം ചെയ്യാൻ വേണ്ടി വലിഞ്ഞു കയറി ചെല്ലുന്നവനാണ് എന്തോ ഒരു പിരി പോയത് എന്ന് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കും. ഇനി എനിക്ക് മാത്രം ഭ്രാന്തായതാണോ അതല്ല നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ. അളിയനിങ്ങനെ കസറുകയാണ്. പിന്നെ കുറേ കാര്യമൊക്കെ പറയുന്നുണ്ട്, അറ്റം മുറിച്ചതും ഒക്കെ പറയുന്നുണ്ട്. മുറിക്കാത്ത അറ്റവും കൊണ്ട് പോയിട്ട് വെറുതെ അവിടെ ഇവിടെ വെച്ച് ഉരച്ച് തോലിന് ക്ഷതമൊന്നും ഏൽപ്പിക്കണ്ട. മുറിച്ചതുമായിട്ട് പോയാൽ നല്ല രൂപത്തിൽ കാര്യങ്ങൾ നടത്തിയിട്ട് തിരിച്ചു വരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ വെറുതെ അവിടെ ഇവിടെ മതിന് ചൊറിയാൻ നിൽക്കണ്ട.